നിക്ഷേപകരുടെയും പണം തിരിച്ചു നൽകാൻ തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക ഹാജിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്നിവിടെ നേരത്തെ ഈ തട്ടിപ്പ് നാട്ടുകാരും പൊതുസമൂഹവും നമ്മൾ നടത്തിയിട്ടുള്ള ശക്തമായ സമരത്തിന്റെ ആരംഭിച്ചതാണ്. ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഇതിനിരയായിട്ടുള്ള നിക്ഷേപകരും അതോടൊപ്പം ഈ പ്രശ്നത്തിന്റെ പേരിൽ ദാരുണമായി ഒരു ആത്മഹത്യയിലൂടെ തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഇബ്രാഹിം ഹാജിയുടെ ബന്ധുക്കളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയെല്ലാം ആശയാഭിലാഷങ്ങൾ എന്താണ് എന്നുള്ളതിനെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിവുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് 2-ാം തീയതി ഇബ്രാഹിം ഹാജിയുടെ നാടായിട്ടുള്ള തിരുവള്ളൂരിൽ അതിന്റെ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. അതിനുശേഷം വിവിധ പഞ്ചായത്ത് തലങ്ങളിൽ വലിയ ജനകീയ കൂട്ടായ്മകൾ വിവിധ ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി തുടർച്ചയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് RD ഓഫീസിന് മുമ്പിൽ ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുമ്പം സ്വാഭാവികമായി ഒരു നടപടിയും എടുക്കാതെ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലം മുന്നോട്ട് പോയിട്ടുള്ള ഭരണാധികാരികൾക്ക് ചില നടപടികൾ എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറയുന്നത് പോലെ UDF-ന് അഴിമതി നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പ്രിയപ്പെട്ടവരായി മാറുന്ന സ്ഥിതി പലപ്പോഴും നാം കാണാറുണ്ട്. അവർക്കെതിരായി കേസുണ്ടാകില്ല, അവർക്കെതിരായി നടപടി ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വലിയ രൂപത്തിൽ താമസിപ്പിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ ആദ്യഘട്ടത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള നിരവധി നടപടികളുണ്ടായി. 12%, 14% എന്നെല്ലാം പറഞ്ഞ് സഹകരണ നിയമത്തിന് വിരുദ്ധമായ രൂപത്തിൽ പലിശ വാഗ്ദാനം ചെയ്ത് ഒരു ബ്ലേഡ് കമ്പനിക്ക് സമാനമായ രൂപത്തിൽ പെരുമാറാൻ തുടങ്ങി. അതിനെല്ലാം അന്ന് സഹകരണ വകുപ്പ് നിയന്ത്രിച്ച് ഉത്തരവിട്ട് അതിന്റെയെല്ലാം രേഖകൾ സഹിതം നടപടികൾ എടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലെല്ലാം അവർ തിരുത്തൽ വരുത്തി. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിന്റെ ഭരണസമിതി പണം കണ്ടമാനം കുമിഞ്ഞുകൂടിയപ്പോ ഭരണസമിതി പിടിച്ചെടുക്കാനുള്ള സ്വാഭാവിക പ്രവർത്തനം കോൺഗ്രസിനകത്ത് നടക്കും പോലെ, എല്ലായിടത്തും നടക്കും പോലെ ഇവിടെയും നടന്നു. അതിന്റെ ഭാഗമായി നേരത്തെ കോൺഗ്രസുകാരനായ പ്രസിഡന്റിനെ മാറ്റി മുസ്ലിം ലീഗുകാരനെ പ്രസിഡന്റാക്കി. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോഴാണ് അഴിമതി നടത്തുന്നതിനുള്ള വേഗത കൂടി.